ഖുർആനിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഹദീസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഈ പറയുന്ന ജബ്ബാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഇങ്ങനെയുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ വേണമെങ്കിൽ ഞങ്ങൾ കൂട്ടാം. ഈ ചാനൽ വേണമെങ്കിൽ ഞങ്ങൾ കൂട്ടാം. നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം. നിങ്ങളുടെ മതത്തെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? നിങ്ങളുടെ ഖുർആനിൽ നിന്ന്, നിങ്ങളുടെ ഹദീസിൽ നിന്ന്, നിങ്ങളുടെ തഫ്സീറിൽ നിന്ന്, നിങ്ങളുടെ രേഖകൾ വെച്ചിട്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് സാധാരണ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന, മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ഇവിടെയുള്ള എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മതവിരോധികളായിട്ടുള്ള ആളുകൾ സാധാരണ രീതിയിൽ പറയാറുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഇവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ കേട്ടു പോവുക എന്നുള്ളതിനപ്പുറം തഫ്സീറുകൾ പരിശോധിക്കാനോ ഹദീസ് ഇവർ പറഞ്ഞത് ഇവർ ഉദ്ധരിച്ച കാര്യങ്ങൾ പരിശോധിക്കാനോ ഖുർആൻ വായിക്കാനോ ഒന്നും സമയമില്ലാത്ത അല്ലെങ്കിൽ അതിന് മെനക്കെടാത്ത അതെങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത് വളരെ ഈസിയാണ്. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഇവർ ഈ പറയുന്ന നിങ്ങളുടെ രേഖകളിൽ നിന്നല്ലേ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് പറയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ആ ചരിത്രത്തിൽ നിന്ന്, ആ ഖുർആനിൽ നിന്ന്, ആ ഹദീസുകളിൽ നിന്ന്, ആ രേഖകളിൽ നിന്ന് വായിച്ചിട്ട് അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കാർക്കും ഖണ്ഡിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ രേഖകളിൽ നിന്ന് തന്നെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അപ്പോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വിമർശിക്കുന്നത്. ഓക്കെ, പ്രവാചകനെതിരെ നമ്മൾ പറയുന്നതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ശരിയായ രേഖകൾ വെച്ചാണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് പരിശോധിക്കാം. ഒരു എക്സ്പെരിമെന്റ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ റീസെന്റ് എ ജബ്ബാർ എന്ന് പറയുന്ന എക്സ് മുസ്ലിം അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കണ്ടായി. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. മുഹമ്മദ് അങ്ങനെ വാരിക്കൂട്ടി ഉയരി വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ച ഗനീമത്തിൽ നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന വെൽവെറ്റിന്റെ പുതപ്പ് കട്ടുകൊണ്ടുപോയി എന്ന് അന്ന് ബദർ യുദ്ധത്തിൽ ഗനീമത്തിന് അവകാശികളായി തർക്കമുന്നയിച്ച മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം ഉന്നയിച്ചു. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഇതിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പുതപ്പ് കട്ടു എന്നിട്ട് അത് ഖുർആനിലടക്കമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഖുർആനിലുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിലെ 161-ാമത്തെ വചനത്തിൽ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞാനിതാ തെളിവടക്കം സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ആ ഖുർആനിലെ 3 അധ്യായത്തിലെ 161-ാമത്തെ വചനം നമ്മൾ പരിശോധിക്കുക. അങ്ങനെ നമ്മൾ പരിശോധിച്ചു. ഇത് ഞാൻ പറഞ്ഞത് പാസ്റ്റ് ആണ്. ഇത് നമ്മൾ പരിശോധിക്കാൻ, ഇത് പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ് മുസ്ലിങ്ങളുടെ കള്ളത്തരങ്ങൾ പറയുന്ന ഒരു സീരീസ് തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാരണം കളവ് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ഡോക്യുമെന്റ് ചെയ്യണമല്ലോ. ആ നിലക്ക് നമ്മൾ നുണ സീരീസ്, ഓക്കെ, ലൈവ് സീരീസ് എന്നുണ്ട് ഈ ഒരു ചാനലിൽ അൺമാസ്കിംഗ് അനോമലീസിൽ നമ്മളൊരു സീരീസ് തന്നെ തുടങ്ങിയിരുന്നു. ആ സീരീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞു. ഇയാൾ നടത്തിയ കളവ് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ കളവ് ആ ഒരു ആയത്തിന്റെ ഭാഗം, ഇയാളൊരു തെളിവായിട്ട് പറഞ്ഞ ഒരു ആയത്താണല്ലോ, ആ ആയത്തിന്റെ ഭാഗം നമ്മൾ അതിൽ വളരെ കൃത്യമായ ആയത്ത് വായിച്ചുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കേട്ടു. ഇനി ആരോപണം ഉണ്ടെന്ന് മാത്രമല്ല, മൂപ്പർ ഉദ്ധരിച്ച ആയത്തിൽ എന്താ ഉള്ളത്? ഓക്കെ, ആരോപണം അത് മുഹമ്മദ് നബി എടുത്തു എന്നാണോ, അല്ലെങ്കിൽ മുഹമ്മദ് നബി അങ്ങനെ കട്ടു എന്നാണോ? ഒന്നുമല്ല. ആ ആയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആലു ഇമ്രാൻ 161-ാമത്തെ ആയത്ത്, വമാ കാന ലി നബിയിൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പ്രവാചകനും തന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ലാത്തതാണ്. ആർ വഞ്ചിച്ചെടുത്തുവോ അവൻ താൻ വഞ്ചിച്ചെടുത്തതുമായി ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. എന്നുവെച്ചാൽ അങ്ങനെ വഞ്ചിക്കുകയില്ല, പ്രവാചകന്മാർ വഞ്ചിക്കില്ല, വഞ്ചിച്ചെടുത്ത ആളുകൾ ഖിയാമത്ത് നാളിൽ അതുമായി വരുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കട്ടിട്ടില്ല, ഇയാളുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടെടുക്കുക, അല്ലെങ്കിൽ അവിടെ റസൂൽ അത് എടുത്തോ ഇല്ല എന്നുള്ളതാണ്. റസൂൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്തിൽ പറയുന്നത്. എടുത്തിട്ടില്ല എന്നുള്ള ആയത്ത് വെച്ചിട്ട് ഇയാൾ പറയാണ് പുതപ്പ് കട്ട പ്രവാചകൻ. കേട്ടല്ലോ, അതായത് 3-ാം അധ്യായം 161-ാമത്തെ വചനത്തിൽ പറയുന്നത് അങ്ങനെ പ്രവാചകന്മാരാരും മോഷ്ടിക്കില്ല. ഇനി ഒരാൾ മോഷ്ടിച്ചാൽ അയാൾ പരലോകത്ത് അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ അതുമായി അവർ വരും. അതായത് പിന്നെ പ്രവാചകന്മാർ മോഷ്ടിക്കില്ല. ഇനി എന്നിട്ട് അവിടെ ഒരു സാമൂഹ്യ പാഠം പഠിപ്പിച്ചു കൊടുക്കാണ്. ആരെങ്കിലും മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആ മോഷണ മുതലുമായി അവർ പിന്നെ പരലോകത്ത്, അടുത്ത ലോകത്ത്, ഹിയർ ആഫ്റ്റർ, അവിടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും, അവിടെ ശിക്ഷിക്കപ്പെടും എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ ബോധം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആയത്താണ്. ഈ ആയത്ത് വെച്ചിട്ടാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ മോഷ്ടിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ മോഷ്ടിക്കില്ല എന്ന് പറയുന്ന ഒരു ആയത്ത് വെച്ചിട്ട് പ്രവാചകൻ മോഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ചോറ് ചാണകം തിന്നാത്ത എല്ലാവർക്കും ഈ ഒരു വിഷയം ഇവിടെ ബോധ്യപ്പെട്ടു. കാരണം മോഷ്ടിക്കാൻ പാടില്ല, പ്രവാചകന്മാരാരും മോഷ്ടിക്കില്ല എന്ന് പറയുന്ന ഒരു അധ്യാപനം അല്ലെങ്കിൽ ആ ഒരു വചനം വെച്ചിട്ട് പ്രവാചകൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് വിപരീതമായിട്ടുള്ള, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇയാൾ പറയാണ് ഇത് തഫ്സീറിലുണ്ട്.
തഫ്സീറിലുണ്ട്. അപ്പോൾ ആകെ ഞാനിതാ പുതിയൊരു സംഗതി കണ്ടുപിടിച്ചിരിക്കുന്നു തഫ്സീറിൽ, അതായത് നിങ്ങളുടെ രേഖയിൽ, നിങ്ങളുടെ തഫ്സീറിൽ എന്തുണ്ട്, പ്രവാചകൻ പിന്നെ മോഷ്ടിച്ചു അല്ലെങ്കിൽ അങ്ങനെ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തഫ്സീറിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സ്വഹാബിമാരായിട്ടുള്ള ആളുകൾ, പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തഫ്സീർ തപ്പി. ഓക്കെ, തഫ്സീറിലേക്ക് നമ്മൾ പോയി. തഫ്സീറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് എന്താണ്, തഫ്സീറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിശദീകരണം തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ വളരെ അഗൈൻ പാസ്റ്റ് ആണ്, കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ. മാനി മൗലവി പറയാണ്, ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു. ഏയ് കപട വിശ്വാസികൾ, ഇത് നമ്മൾ ഇവരടക്കം പറയുന്ന ഒരു കാര്യമാണ്. റസൂലിന്റെ സമൂഹത്തിൽ എന്തുണ്ട്, മുനാഫിക്കുകളായിട്ടുള്ള ശരിക്കും ഉള്ളിൽ വിശ്വാസമില്ലാത്ത കപടന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. അത് റസൂലിന്റെ കൂടെ ജീവിച്ചവരായിരുന്നു അവർ. ആ കപട വിശ്വാസികളെ കുറിച്ച് ഖുർആനിൽ സൂറത്ത് തന്നെ ഉണ്ട്. അവരെക്കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ട്. അവരെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഒരുപാട് അധ്യാപനങ്ങൾ ഇസ്ലാമിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കപടന്മാരായ ആളുകൾ പറഞ്ഞു എന്ത്, മുഹമ്മദ് നബി എടുത്തതായിരിക്കാം എന്നൊരു റൂമർ പ്രചരിപ്പിക്കും. ഇപ്പൊ വളരെ ക്ലിയർ ആണ്. സ്വഹാബിമാർ, പ്രവാചകന്റെ അനുചരന്മാരല്ല പറഞ്ഞത്, കപട വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എന്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ആരോപണത്തിന് മറുപടിയായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് അവതരിച്ചത് തന്നെ. കപട വിശ്വാസി, അപ്പൊ കപട വിശ്വാസി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആൾക്കാർക്ക് ചിലപ്പം ഇങ്ങനെ തോന്നും, കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസി ഉണ്ടല്ലോ, അപ്പൊ എന്തോ വിശ്വാസിയാണ് അല്ലെ, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഉണ്ടല്ലോ എന്ന് ആരെയും ചിന്തിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് കപട വിശ്വാസി എന്ന് പറഞ്ഞപ്പോൾ അതൊരു വിശ്വാസിയാണ് എന്നൊരു പക്ഷേ കുറച്ച് ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആൾക്കാർക്ക് ചിലപ്പം അങ്ങനെ തോന്നും. എന്തായാലും കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ കപടനായിട്ടുള്ള ആളാണ്. ഓക്കെ, അവര് ആ ആളുകൾ എന്ത് പറഞ്ഞാലും ആരോപിച്ചു കഴിഞ്ഞാലും ആരോപണത്തിനും ഒക്കെ ആർക്കും ആരോപിക്കാം, പക്ഷെ തെളിവ് വേണമല്ലോ. അങ്ങനെ യാതൊരു തെളിവും ഇല്ലാതെ അവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുമെന്നാണ് തഫ്സീറിൽ കാണാൻ പറ്റുന്നത്. ആ തഫ്സീർ വെച്ചിട്ട് ഇയാൾ പറയാണ്, പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ, സ്വഹാബിമാരായിട്ടുള്ള ആളുകൾ ഈ വിഷയം ആരോപിച്ചു എന്നുള്ളത്. എന്തൊരു കളവൻ. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, നലോചുക്ക് ആദ്യം പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ഖുർആനിൽ നിന്ന്, നിങ്ങളുടെ തഫ്സീറിൽ നിന്ന്, നിങ്ങളുടെ ഹദീസിൽ നിന്നല്ലേ ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. ഓക്കെ, ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെ ഉദ്ധരിച്ചത്, അത് നേർ വിപരീതമായിട്ടുള്ള, ഖുർആനിൽ എന്താണോ പറഞ്ഞത് അത് നേർ വിപരീതം പറയാം, തഫ്സീറിൽ എന്താണോ ഉള്ളത് അത് നേർ വിപരീതമായിട്ടുള്ള കാര്യം പറയാം. സ്വഹാബിമാർ എന്ന് പറയാം, തഫ്സീറിൽ കാണാൻ പറ്റുന്നത് കപട വിശ്വാസികൾ. എങ്ങനെയുണ്ട്, ഇതിനെയാണ് നമ്മൾ നുണ എന്ന് പറയുക. നിങ്ങൾ ആരോപിച്ച കാര്യം, ഇവിടെ ഈ ജബ്ബാർ ആരോപിച്ച കാര്യം ഖുർആനിലോ ഹദീസിലോ തഫ്സീറിലോ എവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് അത് വീണ്ടും പറയാം, ഞങ്ങൾ പിന്നെ ഇങ്ങനെ നിങ്ങളുടെ ഖുർആനും ഹദീസും ഒക്കെ വെച്ചിട്ടില്ല, ഇതിനെയാണ് നുണ എന്ന് പറയാം. നിങ്ങളാണ് കള്ളൻ, നിങ്ങളാണ് നുണയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നുണ സീരീസ് തന്നെ തുടങ്ങിയിട്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കളവ് പിടികൂടിയ സമയത്ത് തന്നെ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നത്, നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും, ഇയാളിത് തിരുത്തില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് അച്ചട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, നോക്കിക്കോളൂ, ഇത് ഇയാൾ തിരുത്തൂല. ഇത് ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇതേ വാചകം പറഞ്ഞപ്പോൾ അയാൾ തിരുത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ ഇയാളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇതൊന്നുമില്ല, ബാക്കി വിഷയമൊന്നുമില്ല, ഇയാള് ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും, അതുകൊണ്ട് ഞാൻ പറയുന്നു, നോക്കിക്കോ, എഴുതി വെച്ചോ, ഇയാൾ തിരുത്തൂല. അങ്ങനെങ്കിലും ഒന്ന് തിരുത്തി കിട്ടിയാൽ. ഇയാള് ഈ പറയുന്ന വീഡിയോ ഇറങ്ങിയ ശേഷം, നമ്മുടെ റെസ്പോൺസ് വീഡിയോ ഇറങ്ങിയതിനു ശേഷം അതിന് പിന്നെ മറുപടിയുമായി ഒരു പിന്നെ ഉരുളൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. 44 മിനിറ്റോ മറ്റോ ഉള്ള വലിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ അതാണ് ഭയങ്കര, നമ്മൾ സാധാരണ പിന്നെ ഒരു ചോറ് നിന്ന് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണിത്. അതായത് ഒരു കളവ് പിടികൂടുന്നു, അപ്പം ആ കളവ് പിടികൂടിയതിന് റെസ്പോൺസ് ആയിട്ട് ഇയാൾ ഇറക്കുന്ന വീഡിയോയിൽ അതേ കളവ് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണെന്നാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞ നുണയല്ല. പ്രവാചകൻ പുതപ്പ് കട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു. ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 161-ാമത്തെ വാക്യം വിശദീകരിച്ചുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് പുതപ്പ് കട്ടു എന്ന ആരോപണത്തെക്കുറിച്ച് പറഞ്ഞത്. കണ്ടോ, അപ്പൊ ആ കളവ് വീണ്ടും ആവർത്തിക്കാണ്. അപ്പൊ ഖുർആനിലില്ല, ഹദീസിലില്ല, തഫ്സീറിലില്ല, ഒരു രേഖയിലുമില്ല. ഇയാൾ കാണിച്ച രേഖയിൽ തന്നെ ഉള്ളത് കപടന്മാരായിട്ടുള്ള ആളുകൾ, അല്ലെ, കപടന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ആരോപിച്ചു എന്നുള്ളത് മാത്രമാണ്. കപടന്മാരാരോപിച്ചു. എന്നിട്ട് ഖുർആനിൽ ഇയാൾ പറഞ്ഞ കാര്യം ഞാൻ അഗൈൻ പറയുന്നു, വീണ്ടും പറയുന്നു, ഖുർആനിലോ ഹദീസിലോ തഫ്സീറിലോ എവിടെയും കാണാൻ പറ്റില്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യം, അല്ലെ, ഇല്ലാത്ത ഒരു കാര്യം അതിനെ പറയുക, ഇല്ലാത്തൊരു കാര്യം പറയാന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ,
നുണ എന്ന് പറയും. അപ്പൊ നുണയനായിട്ടുള്ള ഈ ജബ്ബാർ, എഗെയിൻ നുണയനായിട്ടുള്ള ഈ ജബ്ബാർ, ഇയാൾ വീണ്ടും വീണ്ടും ഈ കളവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എങ്ങനെയാണ് ഞാൻ ഇത് ആരോപിച്ചത്? അത് ഞാനിങ്ങനെ ഖുർആൻ വായിച്ചപ്പോ, ഹദീസ് വായിച്ചപ്പോ, തഫ്സീർ വായിച്ചപ്പോ, ആ വരികൾ ഇങ്ങനെ വായിച്ച സമയത്ത്, ആ വരികൾക്കിടയിലൂടെ ഞാനിങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ്. അതായത് എന്റെ ബഹുമാനപ്പെട്ട മഹാനായിട്ടുള്ള ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഞാനത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ഖുർആനും തഫ്സീറും ഹദീസും ഒക്കെ അല്ലേ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നു അല്ല, ഞാനിങ്ങനെ വായിച്ചപ്പോ എനിക്ക് വരികൾക്കിടയിലൂടെ തോന്നിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനത് ആരോപിച്ചു. എന്താ അവസ്ഥ! അതായത് എന്റെ ബഹുമാനപ്പെട്ട മഹാനായിട്ടുള്ള ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഞാനത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, നിങ്ങളുടെ ഖുർആനും തഫ്സീറും ഹദീസും ഒക്കെ അല്ലേ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നു അല്ല, ഞാനിങ്ങനെ വായിച്ചപ്പോ എനിക്ക് വരികൾക്കിടയിലൂടെ തോന്നിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനത് ആരോപിച്ചു. എന്താ അവസ്ഥ! ഈ ദുഷിച്ച മനസ്സുമായിട്ട് കുശുമ്പും കുന്നായ്മയായിട്ട് ഇങ്ങനെ വായിക്കുന്ന ഇയാൾ വായിച്ചപ്പോ ഇയാൾക്ക് അങ്ങനെ തോന്നി അല്ലെ, വരികൾക്കിടയിലൂടെ വായിച്ചപ്പോ അങ്ങനെ തോന്നി. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. ഇനി ഇയാളുടെ വരികൾക്കിടയിലൂടെയുള്ള വായന എന്താ, അത് നമ്മൾ നോക്കണല്ലോ. ഇയാൾ പറഞ്ഞ എന്താണ്, പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ആരോപിക്കുന്നു. പ്രവാചകന്റെ അനുചരന്മാരല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കളവ്. അത് കപട വിശ്വാസികളാണ് എന്നുള്ളതാണ് തഫ്സീലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇയാളെ കളവ് നമ്മൾ മാറ്റി വെക്കാണ്. ഓക്കെ, പ്രവാചകന്റെ കപടന്മാരായിട്ടുള്ള പ്രവാചകന്റെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഈ വിഷയം ഉന്നയിച്ചപ്പോ അള്ളാഹുവിന് എന്ത് ചെയ്താൽ മതിയല്ലോ, അള്ളാഹുവിന് ഇത് ആ പുതപ്പ് എവിടെയാണുള്ളത് എന്ന് കാണിച്ചു കൊടുത്താൽ പോരെ? അതെന്താ അള്ളാഹുവിന് സാധിക്കാത്തത്? ഇത് സാധാരണ എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന് എന്താ ആകാശം ഓരോ ദിവസവും രാവിലെ വന്നിട്ട് ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ എന്താ പടച്ചവന് പറയാൻ പറ്റാത്തത്? പടച്ചവൻ എന്താണ് എല്ലാവരും മുസ്ലിങ്ങളായി ജനിപ്പിക്കാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള വമ്പൻ ചോദ്യങ്ങളുമായിട്ട് സാധാരണ ഇവർ വരാറുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് അള്ളാഹുവിന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ല. പടച്ചവൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവന്റെ യുക്തി എന്താണ്? പടച്ചവന്റെ യുക്തി എന്നുള്ളത് അവിടെ അങ്ങനെ ചെയ്യണോ, ജബ്ബാർ പറയുന്ന പോലെ കേൾക്കണം എന്നാണോ? ജബ്ബാർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചവൻ എന്താ പുതപ്പ് അവിടെ കാണിച്ചു തന്നാൽ മതി, എന്നാ അത് ഇസ്ലാമിന്റെ ദൈവികതക്കുള്ള എക്സാമ്പിൾ ആവില്ലേ? ഈ ഇസ്ലാമിന്റെ ദൈവികത തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ജബ്ബാർ. അപ്പൊ ജബ്ബാർ പറയുന്നത് പോലെ പടച്ചവൻ ചെയ്യലാണോ? അതെന്തൊരു മണ്ടത്തരാണ് ആ പറച്ചില്. അപ്പോ ജബ്ബാർ പറയുന്ന പോലെ പടച്ചവൻ ചെയ്യണം എന്നുള്ളത്. പടച്ചവന്റെ യുക്തി എന്താണ്? ഇവിടെ ചില കാര്യങ്ങൾ അങ്ങനെ തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ പടച്ചവൻ അത് പരലോകത്തേക്ക് മാറ്റിവെക്കും. അത് എന്തായി കഴിഞ്ഞാലും അത് പടച്ചവന്റെ യുക്തിയാണ്. പടച്ചവന്റെ യുക്തി മാറ്റി വെച്ച് ജബ്ബാർ പറയുന്ന പോലെ കേൾക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കാണാൻ പറ്റും. ഈ രീതിയിൽ ഇവിടെ തന്നെ ചില കാര്യങ്ങൾ വെളിവാക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. ഇഹലോകത്ത് തന്നെ ചില ആരോപണങ്ങൾ വെളിവാക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ പരലോകത്തേക്ക് മാറ്റിവെക്കും. അപ്പൊ പടച്ചവൻ അത് ചെയ്തില്ല എന്നുള്ളത് ഈ പച്ച നുണ, ഈ വൃത്തികെട്ട ഈ നുണ, ഇത് പറയാൻ ഇയാൾക്ക് എങ്ങനെയാണ് ന്യായീകരണമായി മാറുന്നത്? അതാണ് ചോദ്യം. പടച്ചവൻ അത് ചെയ്തില്ല എന്നുള്ളത്, പടച്ചവൻ ഇവിടെ ഇഹലോകത്ത് അത് കാണിച്ചില്ല, അത് വെളിവാക്കിയിട്ടില്ല എന്നുള്ളത് ഈ പച്ച നുണ പറയാൻ ഇയാൾക്ക് എങ്ങനെയാണ് അത് ന്യായമായി മാറുന്നത്, അത് ന്യായീകരണമായി മാറുന്നത്? ഇതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനിയൊരു ഡബിൾസ് അഡ്വക്കേറ്റ് ആവാൻ, അതായത് ഇയാൾ പറയുന്ന ഈ മണ്ടത്തരങ്ങളാണെങ്കിലും ഈ മണ്ടത്തരങ്ങളൊക്കെ വാദത്തിനു വേണ്ടി നമ്മൾ വാദത്തിനു വേണ്ടി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് എത്തുക? ആലോചിച്ച് നോക്കൂ. ഇയാൾ പറഞ്ഞ പ്രകാരം പടച്ചവൻ അത് കാണിച്ചാൽ പോരെ എന്നുള്ളത് ഓക്കെ. ഇയാൾ പറഞ്ഞത് പ്രകാരം പടച്ചവൻ അത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുമാത്രമാണ്? അതിൽ നിന്ന് ഇംപ്ലൈ ചെയ്യുന്നത് എന്തുമാത്രമാണ്? പടച്ചവൻ എല്ലാം കാണുന്നവനല്ല, അല്ലെങ്കിൽ പടച്ചവൻ എല്ലാം അറിയില്ല എന്നുള്ളത് മാത്രമാണ്. പടച്ചവൻ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ പടച്ചവൻ എല്ലാം കാണുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പ്രവാചകൻ പുതപ്പ് കെട്ടു എന്ന് പറയുന്നതിന് ഒരിക്കലും അത് ന്യായമായി മാറുന്നില്ല. ആലോചിച്ച് നോക്കൂ. ഇയാള് പറഞ്ഞത് അംഗീകരിച്ചാൽ പോലും പടച്ചവനെല്ലാം അറിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പ്രവാചകൻ പുതപ്പ് കെട്ടു എന്ന് പറയാൻ അവിടെയും യാതൊരു ന്യായവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ യാതൊരു തരത്തിലും ഇയാൾ ഇതിനെ മറുപടിയായിട്ട് കൊണ്ടുവന്ന ന്യായീകരണം പോലും ഇയാൾ ആദ്യം ആരോപിച്ച ഈ നുണക്ക് ന്യായീകരണമല്ല, ന്യായമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജാതി നുണകൾ പറയുക, ഈ ജാതി കളവുകൾ, പച്ചക്കള്ളം അടിച്ചു വിടുക എന്നുള്ളത്, അല്ലെ, ബഡായിങ്ങനെ അടിച്ചു വിടുക എന്നുള്ളത്, അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന പേരാണ് കള്ളൻ, നുണയൻ, അല്ലെ. അപ്പൊ അതുകൊണ്ട് മിസ്റ്റർ എ ജബ്ബാർ, അഗൈൻ നിങ്ങളൊരു നുണയനാണ്. അപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, നിഷ്പക്ഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് വീണ്ടും പറയാണ്, ഈ തരത്തിലാണ് ഈ നുണയന്മാരുടെ, ഈ കള്ളന്മാരുടെ അവസ്ഥ. ഇതാണ്.
അല്ലെ? ഇയാളുടെ ഈ ഒരു നമ്മൾ നുണ പിടികൂടിയ സമയത്ത് ഇയാൾ ഇറക്കിയ റെസ്പോൺസ് വീഡിയോ, ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ നോക്കൂ 44 മറ്റോ മിനിറ്റ് അതിലുണ്ട്. അതിലാകെ 2-3 മിനിറ്റാണ് ഈ ഒരു വിഷയം പറയുന്നത്. ഈ ഒരു വിഷയത്തിന്റെ മറുപടിയായിട്ട് പറയുന്നത് 2-3, ബാക്കി 40 മിനിറ്റോളം ഇങ്ങനെ ദുഷിപ്പിരുന്ന് പറയാം. ഇരുന്ന് ദുഷിപ്പ് പറയാം. അതിങ്ങനെ ഒരിങ്ങനെ പിന്നെ അതിങ്ങനെ കേട്ടിരിക്കാൻ കുറെ ആൾക്കാർ. ആലോചിച്ച് നോക്കൂ, ഇയാൾ പറഞ്ഞത് എന്തൊക്കെയാണ്. പിന്നെ പിന്നെ എന്താണ് ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ അതിൽ പറയുന്നുണ്ട് മക്കാരായിട്ടുള്ള കച്ചവട സംഘത്തെ അല്ലെ അവരെ പിന്നെ കൊള്ള നടത്തി. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലും വാണിജ്യ യുദ്ധത്തിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപരോധം എന്നുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയതും ഉപരോധമായിരുന്നു. അപ്പോൾ അത് പിന്നെ കൊള്ളയാണ്. അല്ല, അത് കൊള്ളയാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷയം എടുത്തിട്ട് അത് മൂപ്പരുടെ ആ ദുഷിച്ച മനസ്സിലൂടെ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക അല്ലെ. ഒരു സാധനത്തിനെ വരികളിലുണ്ടാവും, അത് വരികൾക്കിടയിലൂടെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ വൃത്തികെട്ടെ. അപ്പൊ ആ ദുഷിച്ച മനസ്സാണ് അതിന്റെ അടക്കം നിൽക്കുന്നത്, മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് ഞാൻ ഒരൊറ്റ ഉദാഹരണമാണ്, നമ്മുടെ എക്സ്പെരിമെന്റ് ഇവിടെ അവസാനിക്കാണ്, ആ ഒരൊറ്റ ഉദാഹരണമാണ് കാണിച്ചത്. ഇനി ഞാൻ പറയുന്നത് ജബ്ബാറിനോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കുന്നതാണ്. ഇതൊക്കെ പൊതുജനങ്ങൾ, ഈ കള്ളത്തരങ്ങൾ പൊതുജനം മനസ്സിലാക്കും ജബ്ബാറെ. ഇതൊക്കെ പൊതുജനം കാണുന്നുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, അവർ മനസ്സിലാക്കും. ചില അടിമകൾ ചിലപ്പോൾ അത് ചെയ്യില്ല, പക്ഷേ ബാക്കിയുള്ള പൊതുജനം ഇത് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് കാലാകാലം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഇത് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് ജബ്ബാറിനോട് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന നുണയന്മാരായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ അവരുടെ നുണകൾ മാത്രം എടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നുണ സീരീസ്, ലൈ എക്സ്പോസ്ഡ് സീരീസ് എന്നാണ് നമ്മൾ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ആ സീരീസിൽ നമുക്ക് ഈ പറയുന്ന കള്ളന്മാരുടെ നുണകൾ ഓരോന്നായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ നുണകൾ നമ്മൾ പിടികൂടിയിട്ടുള്ളത് ജബ്ബാറിൻ്റെതാണ്. അപ്പോൾ ജബ്ബാറിന്റെ നുണകൾ പിടികൂടിയെടുത്ത് പിന്നെ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു നുണ നമ്മൾ പിടികൂടിയ സമയത്ത് അത് പിന്നെ അതിന് മാപ്പ് പറഞ്ഞതിന് തൗബ ചെയ്തിട്ട് ജബ്ബാർ വന്നിട്ടുണ്ട്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് മുപ്പര് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ അങ്ങനെ തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. നമ്മൾ ജബ്ബാറല്ലല്ലോ, നമ്മൾ ആ തൗബയൊക്കെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് ആ മാപ്പ് ചെയ്ത കാര്യം നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ ഒരു നുണ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത് എന്താണ്, പിന്നെ ഒരു നുണ പിടികൂടുന്നു, അത് ന്യായീകരണമായിട്ട് ഉരുണ്ട് കളിച്ച് വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ കുറച്ച് ആമ്പയർ ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ജബ്ബാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബ്ബാർ ഈ നുണ തിരുത്തണം എന്നാണ്. ഇത് പൊതുജനം മനസ്സിലാക്കുന്നുണ്ട് ജബ്ബാറെ, പൊതുജനം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ നുണ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് ജബ്ബാറിനോട് പറയാനുള്ളത്. പിന്നെ ഒരു ചലഞ്ച് വെക്കാനുള്ളത്, രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ബാക്കി നുണകളുടെ അവസ്ഥ എന്താ? ഒരു നുണ പിടികൂടിയപ്പോൾ നിങ്ങൾ തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു നുണ ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കി നുണകളുടെ അവസ്ഥ എന്താണ് ജബ്ബാറെ? ജബ്ബാറിന്റെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ നുണ പറഞ്ഞിങ്ങനെ നടന്നു പോകുക എന്നുള്ളത്, നുണ ഇങ്ങനെ അടിച്ചു വിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അടിച്ചു വിടാൻ ഇനി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി നുണകളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ജബ്ബാറിന് മുമ്പിൽ പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഖുർആനിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഹദീസിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഈ പറയുന്ന ജബ്ബാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഇങ്ങനെയുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ചാനൽ വേണമെങ്കിൽ ഞങ്ങൾ കൂട്ടാം. നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം. അപ്പോൾ പ്രവാചകൻ പുതപ്പ് കെട്ടു എന്ന് നിങ്ങൾ അന്ന് ആരോപിച്ച കാര്യം ഞങ്ങൾ പിടികൂടിയതിനു ശേഷവും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചിട്ട് ഖുർആനിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ, ഹദീസിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റിയാൽ ഈ ചാനൽ ഞങ്ങൾ കൂട്ടും. അപ്പൊ കാണിക്കാൻ പറ്റില്ല ജബ്ബാറെ, അങ്ങനെ കാണിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നേരത്തെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി കുറച്ച് നുണകളുടെ അവസ്ഥ എന്താണ്, ആ നുണകളുടെ തൗബ നടത്തുന്നതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു പിന്നെ സാമൂഹ്യ വിവാഹം എന്നൊക്കെ പറയുന്ന പോലെ, അപ്പോൾ സാമൂഹ്യ വിവാഹം എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ ആ നുണകൾ പിന്നെ മാപ്പ് പറയുന്ന സമയത്ത് ഇതും കൂടി അങ്ങോട്ട് മാപ്പ് പറഞ്ഞേക്ക്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രമാണ് ജബ്ബാറിനോട് സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ എൻഡ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ നുണകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.